ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബിസിനസ്സിലും ബാങ്ക് ഇടപാടുകളിലുമൊക്കെ സ്ഥിരം കേൾക്കുന്ന 4 വാക്കുകളുണ്ട്: ബെയിൽമെന്റ്, പ്ലെഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ, പിന്നെ മോർഗേജ്. ഈ പേരുകളൊക്കെ കേട്ട് ഇതെന്താണപ്പാ സംഭവമെന്ന് തല പുകഞ്ഞിട്ടുണ്ടോ? എങ്കിൽ പേടിക്കേണ്ട. ഈ 4 പ്രധാനപ്പെട്ട കരാറുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്കിന്ന് മനസ്സിലാക്കാം. ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒരു തയ്യൽ മെഷീനും ഒരു വലിയ ഫാക്ടറിയും തമ്മിൽ എന്താണ് പൊതുവായിട്ടുള്ളത്? ഒരു ബന്ധമില്ലെന്ന് തോന്നുന്നുണ്ടല്ലേ? സാരമില്ല, ഈ വിശകലനം കഴിയുമ്പോഴേക്കും നിങ്ങൾ തന്നെ ഇതിന്റെ ഉത്തരം പറയും, ഉറപ്പ്. അപ്പം ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കോൺട്രാക്റ്റുകൾ, അതായത് കരാറുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളെല്ലാവരും ദിവസവും എത്ര കരാറുകളിലാണ് ഏർപ്പെടുന്നത്? ഒരു വാച്ച് നന്നാക്കാൻ കൊടുക്കുന്നത് തൊട്ട് ഒരു വീട് വാങ്ങുന്നത് വരെ. ഇതെല്ലാം ഓരോ നിയമപരമായ ഉടമ്പടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള 4 സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്ന കാര്യങ്ങളൊക്കെ അതങ്ങ് സിമ്പിളാക്കാൻ വേണ്ടി നമുക്കൊരു കഥ കേട്ടാലോ? റോയൽ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് രാഹുൽ. രാഹുലിന്റെ ബിസിനസ് യാത്രയിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും നമുക്ക് ഈ 4 കരാറുകളും എന്താണെന്ന് പഠിപ്പിച്ചു തരും. അപ്പോൾ രാഹുലിന്റെ കൂടെ നമുക്കും യാത്ര ചെയ്യാം. ആദ്യം തന്നെ ബെയിൽമെന്റ്. രാഹുലിന്റെ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ ഹാൻഡ് ഓവർ, അത്രയുള്ളൂ സംഭവം. അയ്യോ, രാഹുലിന്റെ ഫാക്ടറിയിലെ ഒരു സ്പെഷ്യൽ തയ്യൽ മെഷീൻ പെട്ടെന്നൊരു ദിവസം പണിമുടക്കി. അപ്പോൾ എന്തു ചെയ്യും? സ്വാഭാവികമായും രാഹുൽ അത് നന്നാക്കാൻ വേണ്ടി ഒരു സർവീസ് കമ്പനിക്ക് കൊടുത്തു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സിറ്റുവേഷൻ. അപ്പോൾ എന്താണ് ഈ ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 148 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക ആവശ്യത്തിനു വേണ്ടി ഒരാൾ മറ്റൊരാൾക്ക് ഒരു സാധനം കൈമാറുന്നതിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. രാഹുലിന്റെ കാര്യത്തിൽ ആ പ്രത്യേക ആവശ്യം എന്തായിരുന്നു? മെഷീൻ നന്നാക്കുക എന്നത് തന്നെ. ആ പണി കഴിഞ്ഞാൽ മെഷീൻ തിരികെ കൊടുക്കണം. സിമ്പിൾ. അപ്പോൾ ഈ ഇടപാടിൽ ആരൊക്കെയാണുള്ളത്? 2 പേരുണ്ട്. സാധനം കൊടുക്കുന്നയാൾ, അതായത് നമ്മുടെ രാഹുൽ, അയാളെ നമ്മൾ ബെയിലർ എന്ന് വിളിക്കും. ഇനി ആ സാധനം ഏറ്റുവാങ്ങുന്ന സർവീസ് കമ്പനിയില്ലേ, അവരാണ് ബെയിലി. ശരി, മെഷീൻ വാങ്ങി വെച്ചാൽ മാത്രം മതിയോ? പോരല്ലോ. ഈ ബെയിലിക്ക്, അതായത് സർവീസ് കമ്പനിക്ക്, കുറേ ഉത്തരവാദിത്വങ്ങളുണ്ട്. സെക്ഷൻ 151 അനുസരിച്ച് ആ മെഷീൻ സ്വന്തം സാധനം പോലെ നോക്കണം, ഒരു പോറൽ പോലും വരുത്തരുത്. പിന്നെ സെക്ഷൻ 154, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നാക്കാൻ കൊടുത്ത മെഷീൻ എടുത്ത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ അവർക്കൊരു റൈറ്റുമുണ്ട്. പണി കഴിഞ്ഞിട്ട് രാഹുൽ പൈസ കൊടുത്തില്ലെങ്കിലോ? അപ്പോൾ സെക്ഷൻ 170 അനുസരിച്ച് പൈസ കിട്ടുന്നവരെ ആ മെഷീൻ പിടിച്ചുവെക്കാൻ അവർക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ബെയിൽമെന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. അതായത് വെറും സർവീസ് അല്ല, ലോണുമായി ബന്ധപ്പെട്ട കരാറുകൾ. പ്ലെഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ, പിന്നെ മോർട്ടിഗേജ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഹുലിന് അടുത്ത പണി കിട്ടുന്നത്. ഫാക്ടറിയിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം, പക്ഷേ കയ്യിൽ പെട്ടെന്നെടുക്കാൻ കാശില്ല. അപ്പോൾ രാഹുൽ എന്തു ചെയ്തു? തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വർണ്ണ നാണയങ്ങളെടുത്ത് പണയം വയ്ക്കാൻ തീരുമാനിച്ചു. ഇവിടെയാണ് പ്ലെഡ്ജ് രംഗപ്രവേശം ചെയ്യുന്നത്. ഇതും ഒരുതരം ബെയിൽമെന്റ് തന്നെയാണ് കേട്ടോ. സെക്ഷൻ 172 പറയുന്നത് ഒരു കടത്തിന് സെക്യൂരിറ്റിയായിട്ട് ഒരു സാധനം കൈമാറുന്നതിനെയാണ് പ്ലെഡ്ജ് എന്ന്. നമ്മുടെ സ്വർണ്ണ പണയമല്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ ബെയിൽമെന്റും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഉദ്ദേശം തന്നെ. ബെയിൽമെന്റ് ഒരു സർവീസിന് വേണ്ടിയായിരുന്നെങ്കിൽ പ്ലെഡ്ജ് ഒരു ലോണിന് വേണ്ടിയുള്ള ഈടാണ്. ഇവിടെയും 2 പാർട്ടികളുണ്ട്, പക്ഷെ പേര് മാറും. പണയം വെക്കുന്ന ആൾ, നമ്മുടെ രാഹുൽ, പോണറാണ്. പണം കൊടുത്ത് ആ സാധനം വാങ്ങിവെക്കുന്ന ആളില്ലേ, അയാളാണ് പോണി. അപ്പോൾ ഈ പണം കൊടുത്ത പോണിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? സെക്ഷൻ 173 അനുസരിച്ച് രാഹുൽ പൈസയും പലിശയും തിരിച്ചടയ്ക്കുന്നതുവരെ ആ സ്വർണം കയ്യിൽ വയ്ക്കാം. ഇനി രാഹുൽ പൈസ കൊടുത്തില്ലെങ്കിലോ? അതാണ് സെക്ഷൻ 176 പറയുന്നത്. വെറുതെ ഇരിക്കണ്ട, ഒരു നോട്ടീസ് കൊടുത്തിട്ട് ആ സ്വർണം അങ്ങ് വിൽക്കാം. നിയമപരമായി തന്നെ അത് ചെയ്യാം. രാഹുലിന്റെ ബിസിനസ് വളരെയാണ്, ഒപ്പം പ്രശ്നങ്ങളും. അടുത്ത ചാലഞ്ച് കുറച്ചുകൂടി ട്രിക്കിയാണ്. പുതിയ ഡിസൈൻ ഉണ്ടാക്കാൻ കുറേ റോ സിൽക്ക് വാങ്ങണം. അതിന് വലിയൊരു ലോൺ വേണം. ബാങ്ക് ചോദിച്ചു, എന്താണ് ഈട്? രാഹുൽ പറഞ്ഞു, ഈ വാങ്ങാൻ പോകുന്ന സിൽക്ക് തന്നെ ഈട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ സിൽക്ക് ഉപയോഗിച്ചല്ലേ വസ്ത്രങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പിന്നെ അതെങ്ങനെ ബാങ്കിന് കൊണ്ടുപോയി കൊടുക്കും? ഈയൊരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് ഹൈപ്പത്തിക്കേഷൻ. സാർഫേസി ആക്ട് അനുസരിച്ച് ഇവിടെ ഈട് വെക്കുന്ന സാധനം കടം വാങ്ങിയ ആളുടെ കയ്യിൽ തന്നെ ഇരിക്കും. പക്ഷേ അതിന്റെ മുകളിൽ ബാങ്കിനൊരു ചാർജ് ഉണ്ടാകും, അതായത് ഒരു നിയമപരമായ അവകാശം. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കാർ ലോൺ തന്നെ. കാർ ഓടിക്കുന്നത് നമ്മളാണ്, പക്ഷേ ലോൺ അടവ് മുടങ്ങിയാൽ ബാങ്ക് വന്ന് കാർ കൊണ്ടുപോകും. സംഭവം പിടികിട്ടിയില്ലേ? ഇവിടെയും പേരുകൾക്ക് ചെറിയ മാറ്റമുണ്ട്. കടം വാങ്ങുന്ന രാഹുലാണ് ഹൈപ്പോത്തിക്കേറ്റർ, ലോൺ കൊടുക്കുന്ന ബാങ്കാണ് ഹൈപ്പോത്തിക്കേറ്റി.
അപ്പോൾ പ്ലെഡ്ജും ഹൈപ്പോത്തിക്കേഷനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൊസഷൻ അല്ലെങ്കിൽ കൈവശവാവകാശം പ്ലെഡ്ജിൽ സാധനം ലോൺ തന്ന ആളുടെ കയ്യിലാണ്. ഹൈപ്പോത്തിക്കേഷനിലോ സാധനം ലോൺ എടുത്ത ആളുടെ കയ്യിൽ തന്നെ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി രാഹുലിന്റെ അടുത്ത സ്വപ്നം ബിസിനസ് വലുതാക്കണം, ഒരു പുതിയ വെയർഹൌസ് പണിയണം. ഇതിന് ചെറിയ തുകയൊന്നും പോരാ, ഒരു ഭീമൻ ലോൺ തന്നെ വേണം. അപ്പോൾ ഈടായി എന്തു വയ്ക്കും? രാഹുൽ തന്റെ ഫാക്ടറിയും അത് നിൽക്കുന്ന സ്ഥലവും തന്നെ ഈടായി വയ്ക്കാൻ തീരുമാനിച്ചു. ഇവിടെയാണ് നമ്മുടെ നാലാമത്തെ താരം വരുന്നത്, മോർഗേജ്. നമ്മൾ സാധാരണ പറയുന്ന സ്ഥലം പണയം വെച്ചിൽ തന്നെ. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 അനുസരിച്ച് മോർഗേജ് എപ്പോഴും സ്ഥലം, കെട്ടിടം പോലെയുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതായത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാൻ പറ്റാത്ത വസ്തുക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഫാക്ടറി എടുത്ത് ബാങ്കിന് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പകരം ആ വസ്തുവിലുള്ള നമ്മുടെ ഒരു അവകാശമാണ് ലോണിന് പകരമായി കൈമാറുന്നത്. ഇതിലെ പാർട്ടികളുടെ പേര് മോർട്ട്ഗേജർ എന്നും മോർട്ട്ഗേജി എന്നുമാണ്. അതായത് നമ്മുടെ രാഹുൽ മോർട്ട്ഗേജറും ലോൺ കൊടുത്ത ബാങ്ക് മോർട്ട്ഗേജിയുമാണ്. അപ്പോൾ രാഹുലിന്റെ ഓരോ പ്രശ്നങ്ങളിലൂടെ നമ്മൾ 4 തരം കോൺട്രാക്റ്റുകളും പഠിച്ചു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാലോ? അപ്പോൾ കാര്യങ്ങളൊന്നുകൂടി ക്ലിയർ ആകും. ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ. ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ എല്ലാം ഒരു സമ്മറി. 2 പ്രധാന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി. ഒന്നാമത്തത് പ്രോപ്പർട്ടി ടൈപ്പ്. ബെയിൽമെന്റ്, പ്ലെഡ്ജ്, ഹൈപ്പോത്തിക്കേഷൻ ഇതെല്ലാം മൂവബിൾ പ്രോപ്പർട്ടി, അതായത് കാറ്, സ്വർണം, മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ്. പക്ഷേ മോർട്ട്ഗേജോ അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് മാത്രം, അതായത് സ്ഥലം, വീട്, ഫാക്ടറി. രണ്ടാമത്തെ പോയിന്റ് പൊസഷൻ. ബെയിൽമെന്റിലും പ്ലെഡ്ജിലും നമ്മൾ സാധനം മറ്റൊരാൾക്ക് കൈമാറുന്നുണ്ട്. പക്ഷേ ഹൈപ്പോത്തിക്കേഷനിലും മോർട്ട്ഗേജിലും സാധനം നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഈ 2 വ്യത്യാസം മാത്രം ഓർത്താൽ മതി. നിങ്ങൾക്കിവ 4ഉം തമ്മിൽ ഒരിക്കലും മാറിപ്പോകില്ല. അപ്പോൾ നാളെ നിങ്ങൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ പെട്ടാൽ എങ്ങനെ ശരിയായ കോൺട്രാക്റ്റ് തിരിച്ചറിയും? സിമ്പിളാണ്. ഈ 3 ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. 1. ഈടുവെക്കുന്ന വസ്തു ചലിപ്പിക്കാൻ പറ്റുന്നതാണോ അല്ലയോ? 2. എന്തിനാണ് ഈ ഇടപാട്? ഒരു സർവീസിനാണോ അതോ ലോണിനാണോ? 3. ഏറ്റവും പ്രധാനം, സാധനം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയാൽ ഏത് കോൺട്രാക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഈസിയായി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ ചോദ്യമില്ലേ, ഒരു തയ്യൽ മെഷീനും ഫാക്ടറിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്? ഇപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? രണ്ടും ഓരോ തരം കരാറുകളുടെ ഭാഗമാകാം. തയ്യൽ മെഷീൻ നന്നാക്കാൻ കൊടുത്തപ്പോൾ അതൊരു ബെയിൽമെന്റായി, ഫാക്ടറി ലോണിന് ഈടുവെച്ചപ്പോൾ അതൊരു മോർട്ട്ഗേജായി. അപ്പോൾ ഈ 4 കരാറുകളും ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏത് സാഹചര്യത്തിലും ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിയമത്തിന്റെ ഈ ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.